പുസ്തകരചന എന്ന് പറയുന്നത് ഇതേ കോണ്ടെക്സ്റ്റിൽ ചോദിച്ചാല് എഴുതി തീരുന്നത് വരെ ഒരു ത്രില്ലായിരുന്നോ അതോ കഷ്ടപ്പാടായിരുന്നോ? എഴുതി വന്നു കഴിഞ്ഞാണോ സന്തോഷമായത്? കഷ്ടപ്പാടാണ് എനിക്ക്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു എഴുത്തുകാരനല്ല. അത് എനിക്ക് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് സെൻറ്റൻസ് ഒരു 5 തവണ വായിച്ചു നോക്കിയാൽ എനിക്ക് അതിൻ്റെ അത് ഓക്കെ ആണോ അല്ല എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അടുത്ത പുസ്തകത്തെ കുറിച്ച് എന്താ ചിന്തയുള്ളത്? ഇപ്പൊ ഒരു യാത്ര കഴിഞ്ഞല്ലോ, അടുത്ത പുസ്തകം എഴുതണം. ഈ പുസ്തകത്തിലേക്ക് പെട്ടെന്ന് സോളോ സ്റ്റോറീസ് കഴിഞ്ഞു, അത് നന്നായിട്ട് വായിക്കപ്പെട്ടു. ആദ്യത്തെ പുസ്തകം എഴുതാൻ എളുപ്പമാണെന്ന് എല്ലാവരും പറയും. ആദ്യത്തെ പുസ്തകം എളുപ്പമാണ്, കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് മുൻധാരണയൊന്നുമില്ല, വായിക്കപ്പെടുമെന്ന് പേടിക്കാനില്ല. ഒരു പക്ഷേ വേണിച്ചേട്ടന് കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും, കാരണം അല്ലാതെ രീതിയിൽ നന്നായിട്ട് അറിയപ്പെടുന്ന ആളാകുമ്പോൾ അറിയാവുന്ന പണി ചെയ്താൽ പോരെ, എന്തിനാണെന്ന് ചോദിക്കുമോ എന്നൊരു സംശയം വരാൻ ഒരു സാധ്യതയുണ്ട്. പിന്നെ ആപത്തിലേക്ക് എടുത്തിയാടുന്ന ഒരു ശീലം ആയതുകൊണ്ട് ചിലപ്പോൾ അത് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ രണ്ടാമത്തെ പുസ്തകത്തെ രചനയിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ പുസ്തകത്തിന്റെ ആ വിജയം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ബാധിച്ചോ? നമ്മൾ ഒരു തവണയൊക്കെ നമ്മൾ ആദ്യമൊക്കെ എല്ലാവരും ക്ഷമിക്കും, പറയാം ഓക്കെ അത് ഇങ്ങനെ ഒരു പുസ്തകം എഴുതി കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, പോട്ടെ, സാറില്ല, നന്നായി വരട്ടെ എന്നൊക്കെ പറയും മനസ്സിൽ. പക്ഷേ രണ്ടാമത്തെ പുസ്തകത്തിന് ആ അഡ്വാൻറ്റേജ് കിട്ടുകയില്ല. രണ്ടാമത്തെ പുസ്തകം മോശമായാലും ആദ്യത്തെ പുസ്തകം മോശമാണ് പിന്നെയും പറയും. അപ്പോൾ അങ്ങനെ ഞാനൊരു വളരെ ഭയപ്പെട്ടാണ് രണ്ടാമത്തെ പുസ്തകം എഴുതി. ആദ്യത്തെ പുസ്തകം വളരെ ഫ്രീ ആയിട്ടാണ്. രണ്ടാമത്തെ പുസ്തകം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഇത് പിന്നെ കുഴപ്പമാവുമെന്ന്. അതിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ 5 തവണ വായിച്ചു നോക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സെന്റൻസിന്റെ കാര്യമാണ് പറഞ്ഞു. മൈ ഗുഡ്നസ്, എല്ലാവരും അത് കേൾക്കുന്നുണ്ടല്ലോ. അത്രയേറെ പ്രയത്നിച്ച ഒരാള് ഇതിനോട് ഇത്ര ഒരു മമത പുലർത്തുക എന്ന് പറയുന്നത്, ഒരു സെന്റൻസ് 5 തവണ വായിച്ചു നോക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ. അതുപോലെ തന്നെ ഈ പറഞ്ഞ തെരഞ്ഞെടുക്കുമ്പോഴും ഇതുപോലെ 5 തവണ ഒറ്റ ഫ്ലോയിൽ അങ്ങ് വരായിരുന്നു. നമ്മൾ എഴുതി അങ്ങ് പോവായിരുന്നോ? എനിക്ക് ടെൻഷൻ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനത്തെ ടാലന്റ് ഇല്ല. എനിക്ക് അങ്ങനത്തെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ എഴുത് അനർഗളമായിട്ട് എഴുതാൻ പറ്റുന്ന ആളൊന്നുമല്ല. പിന്നെ എനിക്ക് ഒരുപാട് ആലോചിച്ചും പിടിച്ചൊക്കെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല സ്ട്രഗിളാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ സ്ട്രഗിൾ എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണം എല്ലാവർക്കും പുസ്തകം എഴുതാൻ പറ്റും. ഇനി ഇപ്പം ഗീതാ പക്ഷി ഒരുപാട് കാലമായിട്ട് എഴുതുന്ന ആളാണ്. എഴുത്ത് നിങ്ങൾക്ക് എളുപ്പമാണ്. എഴുത്ത് പെട്ടെന്ന് എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ ഇന്ന് വിളിച്ച് പറഞ്ഞിട്ട് നാളെ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു ശീലമുണ്ട്. ഈ പുസ്തകം എഴുതുമ്പം വളരെ എളുപ്പമായിരുന്നു. അല്ലാതെ എങ്ങനെയാണ് ഈ പുസ്തകം വന്നതെന്ന് ഇതിനകത്ത് ഞാൻ ഈ പുസ്തകത്തിൽ ഒരു 3 പേർക്ക് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ അവിചാരിതമായി വന്ന ഒരു പുസ്തകമാണ്. ഇതെനിക്ക് എഴുതണമെന്നോ എൻ്റെ അനുഭവം ആരിലെങ്കിലും എത്തിക്കണമെന്നോ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഈ തായിയെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവർ എത്ര യാദൃശികമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയിൽ വിശ്വസിക്കാൻ മേലാത്ത യാദൃശികതയാണ്. ഇവർ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഞാൻ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ നിൽക്കുന്നു. പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. മനോരമയിലെ തോമസ് ജോസഫ് സാറിൻ്റെയാണ്. സാധാരണ ഈ പറഞ്ഞ് നമ്മൾ പറയില്ലേ, ഫോൺ വരുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് സല്യൂട്ട് അടിക്കുന്നില്ലേ, സർ എന്ത് സർ എന്ന് ചോദിക്കേണ്ടത്. എനിക്കൊന്ന് സാർ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ സാറിൻ്റെ സാറ് എനിക്കും സാർ എന്താ പറയുന്നത്, സാറിന് സംശയം, ഞാൻ നല്ല വയ്യാതെ ഇരിക്കുകയാണ്, സാറ് പറയുന്നത് എൻ്റെ തലയിൽ കയറുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ അങ്ങോട്ട് പറയാം ഒരു കാര്യം, സാർ എന്തിനാ വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ 30 വർഷമായിട്ട് ഇങ്ങനെ ഒരുപാട് കാലമായിട്ട് തേടി നടന്നു. എൻ്റെ തായി ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്കിലും, 10ാം ക്ലാസ് കഴിഞ്ഞ് ആദ്യം വരിക എന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. ഞാൻ 10 കഴിഞ്ഞു അങ്ങനെ, അല്ലെങ്കിൽ 8ൽ തന്നെ ഓണാവധിക്ക് വരേണ്ട തായി ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റിസീവ് ചെയ്യാൻ നിൽക്കുകയാണ്. ഞാൻ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എനിക്ക് വേറെ ഒന്നും എനിക്കൊന്നും അറിയില്ല. സാറിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് നോക്കി. ശരി സാർ ഒന്നും പറഞ്ഞു. ശരി ഓക്കെ എന്ന് വെച്ചു. കാറിൽ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ മനോരമേന്ന് ഇപ്പം തന്നെ വിളിക്കും, നിങ്ങളുടെ ആ കണ്ടുമുട്ടൽ വാർത്തയല്ലേ, അവനവൻ്റെ ജീവിതത്തിൽ ഒരു വാർത്ത ഉണ്ടായിട്ട് ഇത് അറിയില്ല. സാറ് ഓർത്തിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പോയതൊന്നും സാർ അറിഞ്ഞില്ല. അപ്പം ഞാൻ പറയുന്നു സാർ അത് വാർത്തയൊന്നുമല്ല, അങ്ങനെയൊന്നും പറ്റില്ല, കാരണം ഇത് എൻ്റെ ജീവിതം മാത്രമല്ല, ഈ മാധ്യമരംഗമായിട്ട് ഒരു ബന്ധമില്ലാത്ത തായും മോനും കൂടി വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സാർ അത് പറ്റില്ല, അത് ഞാൻ വാർത്തയൊന്നും. പെട്ടെന്ന് തന്നെ എന്നെ എറണാകുളം മനോരമയിൽ നിന്ന് വിളിക്കുകയാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങൾ ഇപ്പോൾ പറ്റില്ല, ഞാൻ നാളെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു സാറേ ഞാനത് എഴുതിത്തരാം, കാരണം വേറെ ആർക്കും ഇത് എഴുതാൻ പറ്റില്ല, ഇതെന്താന്നൊരു വാർത്തയായിട്ട് എഴുതേണ്ടതല്ല. സത്യത്തിൽ അപ്പോൾ അത് എഴുതണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. എനിക്ക് വല്ലവരുടെയും ജീവിതം എഴുതാൻ നല്ല എളുപ്പമാണ്. എൻ്റെ ജീവിതം ഒട്ടും എളുപ്പമല്ല, എഴുതാൻ പറ്റുകയില്ല.
അങ്ങനെയാണ് അത് ഓണപ്പതിപ്പിലേക്ക് ഷെഡ്യൂൾ ചെയ്യുന്നത്. ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞു, അന്ന് എഴുതിയിട്ടില്ല. അടുത്ത ഡേറ്റ് പറഞ്ഞു, എഴുതിയിട്ടില്ല. അവസാനം കെ സി സാർ, അദ്ദേഹത്തിന് ഞാൻ താങ്ക്സ്. കെ സി സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഈ തവണ ഓണപ്പതിപ്പിൽ 10 പേജ് ഞങ്ങൾ ഇട്ടേക്കും ബ്ലാങ്കായിട്ട്, ഗീതാപക്ഷി വഞ്ചിച്ചു എന്നായിരിക്കും ആകെ ഈ 10 പേജിൽ. തമാശയാണെങ്കിലും അതൊരു വല്ലാത്ത ഭീഷണിയായിരുന്നു. 10 പേര് ഗീതാപക്ഷി വഞ്ചിച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡുണ്ട്, അദ്ദേഹത്തിന് അറിയാം. വീട്ടിലെ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന ഒരു ദിവസമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ രാവിലെ ഇരുന്ന് എഴുതി ആ പേന ഇങ്ങനെ തീർത്തിട്ട് 2 മണിക്ക് ഈ സംഭവം എനിക്ക് ട്രെയിനിൽ കൊടുത്തയക്കണം. ഞാൻ ഈ ട്രെയിനിൽ ഇത് കൊണ്ടുകൊടുക്കുമ്പോൾ അത് വാങ്ങിച്ച ആള് ശ്രീ ഹരികൃഷ്ണൻ, അദ്ദേഹം എന്നോട് ചോദിച്ചു, കോപ്പി ഉണ്ടല്ലോ അല്ലേ കയ്യിലൊന്നും? നമുക്ക് കോപ്പി ഒന്നുമില്ല, അന്ന് എഴുതുക, കോപ്പി ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. പുള്ളിയെ എന്ത് പണിയാക്കിയത് ഈ പറയുന്നത്? എൻ്റെ കയ്യിൽ ഇത് പോയാൽ എന്ത് ചെയ്യും? പോയി അപ്പം ഹരികൃഷ്ണൻ വഞ്ചിച്ചു എന്ന് എഴുതിയാൽ മതി. പുള്ളി പറഞ്ഞ പുള്ളിയുടെ എന്തോ അത്യാവശ്യം ഒരു സ്യൂട്ട് കേസിൽ എടുത്ത് പൂട്ടിയാണ് ബാക്കി യാത്ര അതാണ് കെ സി സാറിൻ്റെ അത് കൊടുത്തത്. ഞാൻ പറഞ്ഞത്, ഞാൻ ആ ബുക്കിൻ്റെ 2ാമത്തിൽ എഴുതുന്നുണ്ട്, പിന്നീടും അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. അപ്പം ഇങ്ങനെ അങ്ങ് വന്നു പോയതാണ്. എങ്ങനെയോ പേന അങ്ങ് പിന്നെ അതിനകത്ത് 2ാം ഭാഗം പിന്നീട് എഴുതിയതാണ്. ഇതൊക്കെ ഭയങ്കര തീവ്രമായ അനുഭവമായതുകൊണ്ട് എനിക്കത് പിന്നീട് എഡിറ്റ് ചെയ്യാനും ഈ സെൻറ്റൻസ് അല്ലല്ലോ എന്ന് വിചാരിക്കാനും ഒന്നും പറ്റിയിട്ടില്ല. അതിനകത്ത് ആകെ ഒരു കൃത്യമായിട്ട് മാധ്യമരംഗത്തിലെ ഒരു പ്രവർത്തനം എന്നെ സഹായിച്ചത് മനസ്സുകൊണ്ട് തന്നെ ആ കഥ 2 കഥയിലും വില്ലെന്ന് പറഞ്ഞൊരു സവിധി മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല തീർച്ചയായിട്ടും. ഇല്ല, ആ കഥയ്ക്കകത്ത് പൊതുവെ അത്തരം എല്ലാം സംഭവിച്ചു പോയെന്നേ ഞാനിപ്പോൾ വിശ്വസിക്കുന്നുള്ളൂ. ആരൊക്കെയാണോ കര നീക്കിയത് അവർക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. എന്തിനാണ് അവരെ പറയുന്നത്? അതുകൊണ്ട് കമ്പൽസറി അത് ഒഴിവാക്കിയിട്ടുണ്ട്, ആരാണ് എന്താണെന്ന്. ബാക്കി മുഴുവൻ സത്യമായി പറയുക. അത് ഒന്നെന്ന് എഴുതിയിട്ട് അവസാനം നമ്മളിങ്ങനെ ഹാഷ്ടാഗ് പോലെ 2 ഇതിട്ടിട്ടാണ് തീർക്കുക പണ്ട് എഴുതുന്ന ശൈലി. അവിടെ ഒറ്റ ഇരുപ്പിന് എഴുതുക. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ റിഫ്ലക്റ്റീവായിട്ട് തോന്നിയ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ വായിച്ചത്. അപ്പം നമ്മുടെ ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്വതവേ മനുഷ്യർ സുന്ദരികളും സുന്ദരന്മാരുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ മാനവികമായിട്ടുള്ളൊരു അനുഭൂതി എനിക്ക് ആ ഒരു ഭാഗം വായിച്ചതിന് കിട്ടി. എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് എന്നെ ഉണർത്തിയൊരു ഭാഗമായിരുന്നത്. അപ്പം ഈ മനുഷ്യന്മാർ അല്ലെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യന്മാരെ കുറച്ചും കൂടി ഈ സഹാനുഭൂതിയോടുകൂടിയും കമ്പാഷനേറ്റ് ആയിട്ടും എംപത്തറ്റിക് ആയിട്ട് കാണാനായിട്ട് ഉള്ളൊരു ആഹ്വാനമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂല്യങ്ങൾ ഭയങ്കരമായിട്ട് ആ ഒരു ഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം സാറിൻ്റെ അഭിപ്രായത്തിൽ യാത്രകൾ എത്രമേൽ മനുഷ്യരെ മാറ്റും അല്ലെങ്കിൽ കുറച്ചും കൂടെ സഹാനുഭൂതിയോടുകൂടി മറ്റു മനുഷ്യന്മാരെ കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും? അല്ലെങ്കിൽ സാർ ഇപ്പോൾ എഴുതിയ പോലെ തന്നെ മനുഷ്യരിലുള്ള അഭൗമമായ ഒരു പ്രകാശം തിരിച്ചറിയാനായിട്ട് യാത്രകളുടെ പങ്ക് എത്രമേലാണെന്ന് സാറൊന്ന് പറയാമോ? നമ്മൾ പരിചയമില്ലാത്ത, നമുക്ക് അറിയില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകളെ നമ്മൾ ഇങ്ങനത്തെ യാത്രയിൽ പരിചയപ്പെടും. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ പ്രശ്നം ഉണ്ടാകുകയില്ല, ചില സ്ഥലത്ത് ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പോയ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ മിസോറാമിലും അരുണാചൽ, നാഗാലാൻഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അവർക്ക് ഹിന്ദി പറയുന്ന ആളുകളല്ല അവർ. എനിക്ക് ഒരുപാട് അത്യാവശ്യം ഹിന്ദി സംസാരിക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ എനിക്ക് ഹിന്ദിയിൽ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഈ സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ പോയ യാത്രയിൽ എനിക്ക് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് എനിക്ക് ഒരു വലിയ കുറവായിട്ട് തന്നെയാണ് എനിക്ക് യാത്ര തോന്നിയത്. നമ്മൾ ഫിസിക്കലായിട്ടുള്ള സാധനങ്ങൾ മാത്രം കാണുന്നു, പിന്നെ ആളുകളുടെ മുഖം കാണുന്നു, പക്ഷേ അവരുടെ മനസ്സിലുള്ള എന്താണെന്ന് നമുക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളത്, അവർക്ക് എന്താണ് അറിയാനുള്ളത്, ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ബന്ധം കുറച്ച് വീക്കാവും, അതാണ് പ്രശ്നം. അപ്പോൾ ആളുകൾ വളരെ പ്രധാനമാണ്. നമ്മൾ എങ്ങനെ ഏത് യാത്രയെ പോലും മനുഷ്യരാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. തായിയുടെ ഒരു ആഖ്യാന രീതിയെ മനസ്സിലാക്കുമ്പോൾ അതിൽ വായനക്കാരന് ഒരു കല്ലുകടി അനുഭവപ്പെടാത്ത രീതിയിൽ ഓർമ്മകളിൽ നിന്നും വർത്തമാനകാലത്തേക്കും തിരിച്ചും, അതുപോലെ 12 വയസ്സുകാരിയായ ഒരു നറേറ്ററിൽ നിന്ന് പെട്ടെന്ന് 44 വയസ്സുകാരിയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ പലയിടത്തും പെട്ടെന്നുള്ള ഈ മാറ്റം കഥാകാരിയുടെ ഒരു ഇന്നർ ടെർമോയിലിനെയോ അല്ലെങ്കിൽ ഒരു ഇതിൽ ഇടയ്ക്ക് ഒരു ഭാഗത്ത് പറയുന്ന പോലെ ഒരു അനിശ്ചിതത്വത്തെയോ ഒരു അനാഥത്വത്തെയോ കാണിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. നറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇൻറ്റൻഷനൽ ആയിരിക്കും. ഈ വികാരത്തെ കാണിക്കാൻ വേണ്ടി മനഃപൂർവമായ ഒരു ചോയ്സ് ആയിരുന്നോ ഇതിൻ്റെ ഒരു
ആഖ്യാന രീതി? അതായത് ഞാൻ പറഞ്ഞല്ലോ, എത്രയോ സാധാരണഗതിയിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക്, പ്രത്യേകിച്ചും പത്രത്തിലോ അല്ലെ അനുബന്ധ സ്ഥാപനങ്ങളിലോ എഴുതുന്നവർക്ക് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് മരണ ഇതുപോലെ തന്നെയാണ്. അത് ഒരു സെക്കൻഡ് താമസിക്കാൻ പാടില്ല. അതൊരു ഇത് എഴുതുന്ന കാലമാകുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഉത്തരവാദിത്വമുള്ള ഒരു തസ്തികയിലേക്ക് മാറിയിരുന്നു. അപ്പം എനിക്ക് ഡെഡ് ലൈൻ്റെ വില അറിയാൻ വയ്യാഞ്ഞിട്ടല്ല എഴുതാതിരുന്നത്. പക്ഷേ ഇത്ര വർഷങ്ങൾ പടർന്നു കിടക്കുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള, ഒരുപാട് സമയത്ത് ഒരു പക്ഷേ ഞാൻ ഇപ്പം പറയാറുള്ളത്, ഇതൊക്കെ അടക്കി വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊരു ചോദ്യം എന്നോട്, അതും കൂടെ പറഞ്ഞാലേ ഇതിനെനിക്ക് ഉത്തരം പറയാൻ പറ്റൂ. അപ്പം ഞാൻ ഈയിടെ അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ, ഈ ചൂരൽമലയിൽ തലേദിവസം വരെ അറിയില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൊരു തിളയ്ക്കുന്ന എന്തോ പൊട്ടാനായിട്ട് നിൽക്കുകയാണ് ആ ഭൂമിന്ന് അറിയില്ലായിരുന്നല്ലോ. ഭൂമിക്ക് തന്നെ അറിയുമായിരുന്നോ? അതുപോലെ എനിക്കറിയില്ല എൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന്. എനിക്ക് സത്യത്തിൽ ഭയമായിരുന്നു എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ, എന്തൊക്കെ വരും, എത്രയൊക്കെ വിഷമങ്ങൾ. എനിക്കിഷ്ടമല്ല പൊതുവെ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അത് എഴുതാതിരുന്നത്. അത് എഴുതാൻ എനിക്കൊരു ആഖ്യാന ശൈലിയേക്കാൾ എങ്ങനെയാണ് അതിനെ ഒരു നൂലിൽ കൊണ്ട് നടക്കുക. ഈ കഥ തുടങ്ങുന്നത് ഒരു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും വിവാഹം കഴിച്ച കാലം മുതലുള്ള, അവിടെ മുതലാണ് ഇതിൻ്റെ തുടക്കം. അവിടെ നിന്ന് അത് മുതൽ വന്നില്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല എന്തുകൊണ്ടായിരിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിരുന്നു കാലവും. പണ്ട് എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അത് എങ്ങനെയാണത്. പിന്നെ എപ്പോഴോ എനിക്ക് മനസ്സിലായി, യാത്രയിൽ നിന്ന് തുടങ്ങാം, എൻ്റെ അന്വേഷണ യാത്രയിൽ നിന്ന്. എൻ്റെ അനുഭവത്തിൽ ഇൻട്രോ എന്ന് നമ്മൾ പറയും ആദ്യത്തെ എഴുത്തിന്. ഇൻട്രോ റെഡി ആണെങ്കിൽ പിന്നെ അതങ്ങ് വന്നോളും. പിന്നെ അതിന് തട്ടും തടവൊന്നും ഉണ്ടാവില്ല. ഇൻട്രോ മോശമാണോ, പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും പോകില്ല. പലപ്പോഴും ഏറ്റവും ആദ്യത്തെ പേജായിരിക്കും അന്നൊക്കെ വലിച്ചു കീറി ഇടുന്നത്, പിന്നെ വന്നോളും. അതുകൊണ്ട് വായനക്കാരിൽ നിന്നല്ല, ആർക്കും ബോറടിക്കരുത് എൻ്റെ കഥ കേട്ടിട്ട്. പിന്നെ ഒത്തിരി അങ്ങ് വൈകാരികത ആകരുത്. പിന്നെ എത്രയായാലും അവനവൻ്റെ കഥ എഴുതുമ്പോൾ അവനവൻ അതിനകത്ത് പ്രതിബിംബിക്കും. പൊതുവെ എല്ലാ കാര്യവും ചിരിച്ചുകൊണ്ട് പറയുന്നതാണ് എനിക്കിഷ്ടം. അത് വളരെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, തമാശയായിട്ട് എടുക്കരുത്. ഞാനിപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പം ഭയങ്കര സീരിയസ് ആയ കാര്യമായിരിക്കും, ഞാൻ ചിരിച്ചുകൊണ്ടായിരിക്കും. അതൊരു വളരെ മോശം സ്വഭാവം കൂടെയാണ്. അപ്പോൾ ആ ഒരു ശൈലി തന്നെ അതിൽ വരികയാണ് ഉണ്ടായത്. നന്നായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ വായിക്കുന്നവർ. അപ്പോൾ പ്രസാധകരെ തിരഞ്ഞെടുക്കുക എന്നത് എഴുത്തുകാരെ സംബന്ധിച്ച് വളരെയധികം കൃത്യമായി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, എഴുതി നല്ല പുസ്തകമായിരിക്കും, അവസാനം അത് ഒട്ടും മനുഷ്യരിലേക്ക് എത്താത്ത, എഴുതാനെടുക്കുന്ന പെയിൻ പലപ്പോഴും അവർ പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല. ഇപ്പം മനോരമ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പ്രസാധകരിൽ എത്തിയത് കൊണ്ടാണ് ഒരുപക്ഷെ തായി ഇത്രയും വായിക്കപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെറുതായിട്ട് പ്രസിദ്ധീകരണ രംഗത്തുള്ള ആളാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രസിദ്ധീകരണശാല ഉള്ളതാണ്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ആരെയും ചെറുതാക്കാൻ പറയില്ല. പക്ഷെ നമ്മൾ ഓരോ പുസ്തകവും അത് അർഹിക്കുന്ന ഒരു പ്രസിദ്ധീകരണശാലയിൽ എത്തിക്കാനും അവർ പറയുന്ന നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പാലിക്കാനും കൂടി എഴുതുക മാത്രമല്ല ചെയ്യേണ്ടത്. എഴുതി കഴിയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒക്കെ തോന്നും മനോഹരമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ടെന്ന്. പക്ഷെ പ്രസാധകർ എന്തൊക്കെ നിർദ്ദേശങ്ങൾ തരുന്നോ ഒരു പക്ഷേ അതനുസരിച്ച് കൂടി അത് കുറച്ച് മാറ്റി നമുക്ക് ഏറ്റവും മികച്ച പ്രസാധകരെ കണ്ടെത്തുക എന്ന് പറയുന്നത് എഴുത്തുകാർ തീർച്ചയായിട്ടും പാലിക്കുകയാണ് നല്ലതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇതിന്റെ തുടക്കത്തില് എഴുതിയിട്ടുണ്ടല്ലോ, 32 വർഷത്തിന് ശേഷം ചേച്ചിയെ തേടി പോകുന്ന ഒരു അനുജത്തിയുടെ തീവ്ര അനുഭവങ്ങളാണ്. ഞാൻ നേരത്തെ ഈ പുസ്തകത്തിൽ നിന്നൊരു ഏട് തിരഞ്ഞെടുത്ത് വായിക്കുമ്പോഴും മനസ്സിലുണ്ടായിരുന്നത്, പലയിടത്തും ഒരു വായനക്കാരി എന്ന നിലയിൽ എൻ്റെ മനസ്സിലൊരു വിങ്ങലുണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും ആ ഒരു വികാരങ്ങളെ ഒതുക്കി പിടിക്കുന്നതായി എന്ന് തോന്നി. അപ്പം ഇത്രയും തീവ്രമായ ആ ഒരു വികാരങ്ങളെ ലഘൂകരിച്ചത് എന്താ, അതിന് പുറകിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു ലഘൂകരണത്തിൽ, ലളിതവൽക്കരിച്ചതിൽ എന്തെങ്കിലും? ഇത് ഈ തായി എന്ന പുസ്തകത്തെയെങ്കിലും നിങ്ങൾ ഒരു രചനയല്ലത്, അതിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ തന്നെ അതിൽ ഒരുപാട് വരുന്നുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ എന്നേക്കാൾ എത്രയോ തീവ്ര അനുഭവമുള്ള, എത്രയോ ദുഃഖം ഒതുക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ, എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. 35 വയസ്സേ ഉള്ളൂ എൻ്റെ അമ്മ പപ്പ ഇല്ലാതെ ആകുമ്പോൾ, ഒരു ലോകം ഇല്ലാതെ ആകുമ്പോൾ. അപ്പോൾ ഇത്രയും നഷ്ടമുള്ള ഒരാളുടെ ഒപ്പം ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ലഘൂകരിക്കുക എന്നതാണ്. എനിക്കറിയില്ല, ഈ 13 വയസ്സിന് മുമ്പുള്ള ഒരു ഗീതയും 13 വയസ്സിന് ശേഷമുള്ള ഗീത പക്ഷി ഒരുപക്ഷെ രണ്ടാൾക്കാരാണ്. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ എന്നോട് ഈ പുസ്തകം എഴുതിയപ്പോൾ ചോദിച്ചത്, ഇത്രയും സങ്കടം ഉണ്ടായിട്ടാണോ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരുപക്ഷെ മറ്റുള്ളവരെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? ഇപ്പൊ എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും തനിയെയാണ് പലപ്പോഴും. അപ്പൊ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം ഇല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആള് ഭയങ്കരമായിട്ട് ഡൗൺ ആവും. എനിക്ക് എൻ്റെതായ മറ്റൊരിടം, അത് ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ അറിയാം. വിവാഹിതയായതോടെ ഞാൻ ആളൊക്കെ മാറി, കരയാൻ തുടങ്ങി, എൻ്റെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ അത് നമ്മളുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. എവിടെയാണ് നമുക്ക് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ പറ്റുക, എവിടെയാണ് മറ്റുള്ളവരുടെ ഭാരം എടുത്ത് നമ്മുടെ ചുമലിൽ വെക്കുക? അത് ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ ജീവിതം തന്നെയാണ്. അപ്പം ഞാൻ എഴുതാനായിട്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു ക്യാരക്ടർ സൃഷ്ടിച്ചിട്ടില്ല അതിൽ. സാർ, നമ്മൾ ഈ ആദിവാസി സമൂഹത്തിലുള്ള ആളുകളെ രാക്ഷസന്മാരായിട്ടും അതേപോലെ ഭീകരവാദികളായിട്ടും ഗ്രാമത്തിൽ നിന്ന് നിർബന്ധമായിട്ട് ഒഴിഞ്ഞ് പോവാത്തവരെ മാവോയിസ്റ്റായിട്ടൊക്കെ മുദ്രവെക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ സാവധാനത്തിൽ അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സ്വത്വം വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടൊക്കെ അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വളരെ ഭീതി ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്നുകൂടെ വീണ്ടും ലഘൂകരിച്ച് പറയാം. അതായത്, ആരാണ് ആദിവാസികൾ? ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കാര്യം തന്നെ എടുക്കുക. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തെ ആദിമ മനുഷ്യരാണ് ഇവർ. ഇവരാണ് ആദ്യം ഉണ്ടായിരുന്നവർ. അതിനുശേഷം വന്നവരാണ് ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യാനികളും അങ്ങനെയുള്ള പല ആളുകളും. പല സ്ഥലത്തു നിന്നായിട്ട് ഈ നമ്മുടെ രാജ്യത്തേക്ക് സെൻട്രൽ ഏഷ്യയിൽ നിന്നും വെസ്റ്റേൺ ഏഷ്യയിൽ നിന്നും ഒക്കെ കുടിയേറിയവരാണ് നമ്മൾ ഈ പലരും. കാലങ്ങളുണ്ട്, ഈ പറഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ടൊന്നുമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുണ്ട്. അപ്പോൾ ഇവര് ഈ ആദിവാസികൾ എന്ന് നമ്മൾ വിളിക്കുന്ന പല ഈ ആളുകൾ, അവർക്ക് വളരെ വളരെ നീണ്ട വർഷങ്ങളായിട്ട് അവർക്ക് സ്വന്തമായ സംസ്കാരമുണ്ട്, അവർക്ക് സ്വന്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവങ്ങളും ഉണ്ട്. നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ ഇവർ ഹിന്ദുക്കളല്ല, ആദിവാസികൾ ഹിന്ദുക്കളല്ല. ഇപ്പോൾ വളരെ വലിയ തോതിൽ ഇവരെ ഹിന്ദു ധാരയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമം എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. പിന്നെ ഹിന്ദു ദൈവങ്ങളെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ഇവരുടെ ദൈവങ്ങൾക്ക് പകരം ഹിന്ദു ദൈവങ്ങളെ അവിടെ അവതരിപ്പിക്കുക. ഇതേപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരും വേറൊരു സൈഡിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസ്കാരം കുറേശ്ശെ 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 ഇല്ലാതായി വരികയാണ്. ഇവരുടെ പാട്ടുകൾ പിന്നെ സിനിമാ പാട്ടുകൾ പോലെ ആയി വരികയാണ്. ഇവരുടെ ഡാൻസ് ചുവടുകൾ പിന്നെ സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള പോലത്തെ പിന്നെ നൃത്ത ചുവടുകളായി മാറുകയാണ്. എല്ലാം മാറുകയാണ്. ഹിന്ദുയിസം ഒരു ഫാഷനായിട്ട് ആദിവാസികൾ കുറേശ്ശെ അംഗീകരിക്കാതെ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ വർഷത്തെ ഒരുപാട് കാലമായിട്ട് അവിടെ നടക്കുന്ന പിന്നെ സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇത് ഞാൻ ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് ഒരു 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 ചാപ്റ്റർ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കവിടെ ചെന്നാൽ കൃത്യമായിട്ടും ബോധ്യമാവും. നമ്മൾ പലരും വിചാരിക്കുന്നത് ഈ ആദിവാസികൾ പറഞ്ഞാൽ ഹിന്ദുക്കളെന്നാണ്. അല്ല, അവർ ഹിന്ദുക്കളല്ല, അവർ ഹിന്ദുക്കൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. ഇപ്പോൾ ഈ ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ഈ സോളോ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. അപ്പോൾ ആ പുസ്തകം എഴുതാൻ ഇടയായ യാത്ര, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് 60 വയസ്സായപ്പോൾ ഞാൻ പിന്നെ ഇറങ്ങിയ ഒരു യാത്രയാണത്. അന്ന് എൻ്റെ ഒരേ ഒരു ഉദ്ദേശം ഫോട്ടോ എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് പോയത്. അങ്ങനെ കുറേ പടങ്ങൾ എടുത്തു വിടുന്ന പടങ്ങളൊക്കെ കണ്ട് വളരെ സന്തോഷമായി. അങ്ങനെ ഞാനിത് ഒരു 10-15 വരിയുള്ളൊരു പിന്നെ നോട്ടായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു. ഇത് കഴിഞ്ഞപ്പോൾ എന്നെ പല ഈ ട്രാവൽ മാഗസിൻസ് ഉണ്ടല്ലോ, നമ്മുടെ എന്താണ് പലതുണ്ടല്ലോ, ഈ ഒരുപാട് ഫോട്ടോയൊക്കെ ഇടുന്ന ട്രാവൽ മാഗസിൻസ്,
അപ്പോൾ ഇങ്ങനെയുള്ള 2 ട്രാവൽ മാഗസിൻസ്, ഒന്ന് മനോരമയുടെയും ഒന്ന് മാതൃഭൂമിയുടെയും. പിന്നെ അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി തരാമെന്ന് ചോദിച്ചു. ഞാൻ ഓൾമോസ്റ്റ് സമ്മതിച്ചാണ്. അപ്പോഴാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററായിരുന്ന മനില സീമോൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് ഞങ്ങൾക്കിത് എഴുതി തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാനൊന്നും അറിയാൻ വയ്യ, ഞാൻ എഴുതൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊരു ഒരാളെ തരാം, അയാളെ എഴുതിക്കോളും, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു അത് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം എനിക്ക് തന്നെ അറിയാവുന്ന ഒരാൾ എനിക്ക് വേണ്ടി എഴുതാൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എനിക്കത് വളരെ ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. അത്രയ്ക്ക് കൂടുതലാത്തൊരു മനുഷ്യനാണോ ഞാൻ ആലോചിച്ചു. ആഹാ. അപ്പോൾ ഞാനത് പിന്നെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ എഴുതാൻ പറ്റില്ല, ഞാൻ വെറുതെ ഒന്ന് എഴുതി നോക്കാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു ചാപ്റ്റർ എഴുതി അവർക്ക് അയച്ചു കൊടുത്തു. അതൊരു 2 ആഴ്ച കൊണ്ടായിരിക്കും ഞാൻ ഒരു ചാപ്റ്റർ എഴുതി. അപ്പോൾ ആ ചാപ്റ്റർ വായിച്ചിട്ട് അതിൻ്റെ ഇവരുടെ സീനിയറായിട്ടുള്ള എഡിറ്ററും ഒക്കെ എന്നെ വിളിച്ചിട്ട് വളരെ നന്നായിരിക്കുന്നു, നിങ്ങൾ എഴുതി, ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഫുൾ എഴുതിയിട്ട് ഞാൻ തരുള്ളൂ, കാരണം ഇത് എപ്പം എവിടെ വെച്ച് ബ്രേക്ക് ആവുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെ വരരുത്, ഞാനത് മുഴുവൻ എഴുതിയിട്ട് പിന്നെ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു ഭാരമായിട്ട് തോന്നിയില്ല, സാധ്യമാണെന്ന് മനസ്സിലായി. പിന്നെ 2ാമത്തെ പുസ്തകം എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് പിന്നെ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ആദ്യത്തെ പുസ്തകത്തിന് കിട്ടിയ കനിയൊന്നും 2ാമത്തിന് കിട്ടുകയില്ല. അതെ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രധാന ഉദ്ദേശം പടം എടുക്കുക തന്നെയായിരുന്നു. അപ്പം അത് ടെക്സ്റ്റ് അതിനെ ഫോളോ ചെയ്ത് വന്നതാണ്. അത് കാരണം എനിക്ക് നാച്ചുറലായിട്ട് എനിക്ക് വരുന്ന ഒരു കാര്യം, എഴുത്തിനേക്കാളും കൂടുതൽ നാച്ചുറലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ സ്ഥലങ്ങളിൽ നമ്മൾ പുതിയ രീതിയിൽ പുതിയ ആളുകൾ. അപ്പം ഇത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് പണ്ടാണെങ്കിൽ ഇത് സാധ്യമല്ല. ഇപ്പോൾ ഈ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആയതുകൊണ്ടാണ് നമുക്ക് എൻലെസ് ആയിട്ട് എടുക്കാം, എത്ര വേണേൽ എടുക്കാം. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് കുഴപ്പമുണ്ട്. പിന്നെ അത് അബദ്ധമാണ്. പക്ഷേ 1000 ഫോട്ടോ എടുക്കുമ്പോൾ 2 ആയിരിക്കും നല്ലത് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു ലക്ഷറി ആണോ ആവശ്യം എന്ന് ആലോചിക്കണം. അതാണ് ഫോട്ടോ. തീർച്ചയായിട്ടും എനിക്ക് വളരെ പ്രധാനമായിരുന്നു എൻ്റെ അത്. ഞാനിപ്പം ഈ പ്രത്യേകിച്ച് ഈ മനോരമ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും പിന്നെ സന്തോഷം അതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫിക് റീപ്രൊഡക്ഷനാണ്, അതിൻ്റെ ക്വാളിറ്റിയാണ്. അതില്ലെങ്കിൽ ആ പുസ്തകത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നൊരു വൃത്തി ഉണ്ടാകില്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എനിക്ക് മാമിനോടും പിന്നെ സാറിനോടും കൂടിയായിട്ടായിരുന്നു ചോദ്യം. സോ സാറ് പറഞ്ഞു നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിഷറിനെ കണ്ടുപിടിക്കുമ്പോൾ ഒരു പബ്ലിഷറിൻ്റെ പ്രധാനമായിട്ടൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു പെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എത്ര പേർ ആ പുസ്തകം വാങ്ങും എന്നുള്ളതാണ്. അപ്പോൾ പുസ്തകം എഴുതുന്നൊരു വ്യക്തി, ഒരു ഓഥർ, ഒരുപാട് ഓട്ടോബയോഗ്രഫിക് എലമെൻറ്റ്സ് ഉൾപ്പെടുത്തി തൻ്റെ ഇമോഷൻസ് ഇതൊക്കെ ചേർത്തിട്ടായിരിക്കും ആ ഒരു പുസ്തകം എഴുതുന്നത്. ബട്ട് ഇൻ ദി എൻഡ് അതൊരു കൊമോഡിറ്റിക്ക് വേണ്ടിയിട്ട് ആ ബുക്കിന് ഒരുപാട് എവല്യൂഷൻ സംഭവിക്കുന്നു. ഇപ്പോൾ ഒരു പബ്ലിഷറിൻ്റെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ ഒരു പബ്ലിഷർ ഇങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിന് സെയിൽ കുറവായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഈ പുസ്തകത്തിൽ വരുത്തണം എന്നൊക്കെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ എഴുതുന്ന ഓഥർ അവിടെ ഒരുപാട് ബയസ്ഡ് ആവുകയാണ്. അപ്പോൾ ഒരു പുസ്തകം, ഒരു ആർട്ട്, ഒരു ലിറ്ററേച്ചർ ഒക്കെ ഒരു കൊമോഡിറ്റി പോലെ മാറിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, എനിക്ക് ഇതിലൂടെ പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പക്ഷേ സഞ്ജീവിനേക്കാൾ എഴുത്തുകാരി ഞാനാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും മികച്ച ഒരു പ്രസാധകനെ കണ്ടെത്തുക. മികച്ച എല്ലാ പ്രസാധക ഗ്രൂപ്പിലും കൃത്യമായി നമ്മൾ എഴുത്തുകാരെ അറിയുന്ന, എഴുത്തുകാരുടെ ഫീൽ അറിയുന്ന, അതേസമയം വായനക്കാരെ അറിയുന്ന നല്ല എഡിറ്റേഴ്സ് കാണും. അപ്പം എവിടെയാണ് ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ വികാരം കൊണ്ട് അവനവനെ തന്നെ എഴുതുന്ന നീ പറഞ്ഞ പോലെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ഒരു കാര്യം ഒരുപക്ഷെ പ്രേക്ഷകനെ സംബന്ധിച്ച് യാതൊന്നും തോന്നുകയില്ല. എൻ്റെ ഒരു പുസ്തകത്തിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു എഡിറ്റർ ഇല്ലായിരുന്നപ്പോൾ. ഒരുപക്ഷെ മനോരമയായിരുന്നു, അല്ലെങ്കിൽ വേറൊരായിരുന്നു തന്നെ ആ എഡിറ്റർ അത് ആ ചാപ്റ്റർ എടുത്ത് താഴെ ഇട്ടേനെ. അവിടെയാണ് ഒരു നല്ല എഡിറ്ററും കൂടി. എല്ലാ എഴുത്തുകാരും നല്ല എഡിറ്റർ ആയിരിക്കണമെന്നില്ല, അതിന് ഒരു കെട്ടുമുറുക്കം വേണം. ഓരോ പേപ്പറിനും നമ്മൾ കൊടുക്കുന്ന ഒരു സമയമുണ്ട് വായനക്കാരൻ. ആ വായനക്കാരൻ്റെ സമയത്തെ നമ്മൾ ബഹുമാനിക്കണം.
എത്ര പേരിൽ എത്തുമെന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പുസ്തകങ്ങളുണ്ട്. 2 ലക്ഷം കോപ്പി അടിക്കുന്ന പുസ്തകങ്ങളുണ്ട്, 500 കോപ്പി മാത്രം അടിക്കുന്ന പുസ്തകങ്ങളുണ്ടായിരിക്കും. ഇനി മനോരമയുടെ കാര്യമല്ല പറയുന്നത്. പക്ഷെ 500 കോപ്പിയും 500 പേര് കൃത്യമായിട്ട് എത്തുകയായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ വായനക്കാരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെയാണ് ഓരോ പുസ്തകവും വിപണിയിൽ ആരാണേലും, പുസ്തകമാണെങ്കിലും മാഗസീൻ ആണെങ്കിലും ഈവൻ പത്രമാണെങ്കിലും നമ്മുടെ വായനക്കാരനെ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പം അതിന് നമ്മളെ സഹായിക്കുകയാണ് ഒരു പ്രസാധകൻ ചെയ്യുക, അല്ലാതെ നമ്മളെ മോശമാക്കുകയല്ല. സാധാരണ നമുക്ക് നല്ലൊരു പ്രസാധകന്റെ ഒരു മിഴിവ് അവിടെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു എഡിറ്റോറിയൽ ബോർഡ് അവർക്ക് ചില ഫിക്സഡ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ കാണും. അത് എല്ലാ എഴുത്തുകാരുടെ വർക്കിലും അവരത് പ്രയോഗിക്കാൻ തുടങ്ങിയാൽ വളരെ ഡിസാസ്ട്രസ് ആയിരിക്കും അതിൻ്റെ ഫലം. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെയുണ്ട്. ഇപ്പോൾ ചില വാക്കുകൾ ഞാൻ ആരെയും ഇതായിട്ട് പറയില്ല, പക്ഷേ ഈ പത്രപ്രവർത്തനത്തിലുള്ള ഒരു പുതിയൊരു വളരെ വളരെ ഒട്ടും നല്ലതല്ലാത്ത ഒരു ട്രെൻഡ് കാണുന്നത് വാക്കുകൾ എങ്ങനെ ഒരു വാക്കിനെ ചെറുതാക്കാം എന്നുള്ളതാണ്. എത്ര ഒരു വേർഡ് കുറഞ്ഞാൽ അത്രയും കൂടുതൽ നമുക്ക് ആ സ്പേസ് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്താഗതി എല്ലാ പത്രക്കാർക്കും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പത്രക്കാരൻ അതല്ലെന്ന് പറഞ്ഞാൽ പക്ഷേ അപ്പോ ഈ ക്ലീഷ ആയിട്ടുള്ള ചില വാക്കുകളുടെ പ്രയോഗങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കും. പോകുമ്പോൾ എന്ന് പറയുന്നതിന് പകരം പോകവേ എന്നേ പറയുള്ളൂ. കാരണം ഒരു അക്ഷരം ലാഭിക്കാം. പക്ഷെ അത് പലപ്പോഴും ഭാഷയെ വിരൂപമാണ്, അല്ലെങ്കിൽ ഒരുതരം ഹോമോജിനിറ്റി എല്ലാവർക്കും കൊടുക്കും. അതൊട്ടും ശരിയല്ല. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഡിറ്റർ എന്ന് പറയുന്നത് ആ പുസ്തകത്തിന് വേണ്ടി ഒരു എഡിറ്റർ വേണം. അല്ല ഒരു സെറ്റ് ആളുകൾ എല്ലാ പുസ്തകവും എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും ശരിയാകില്ല. അവനവനെ എഴുതുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് തായി ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം മനോരമയിൽ നിന്ന് തന്നെയുള്ള ഇന്റർവ്യൂവിൽ ആ കുട്ടിയോട് പറഞ്ഞ വാചകമാണ്, എഴുതുക എന്നത് എൻ്റെ തൊഴിലാണ്. മുമ്പ് വേണിച്ചേട്ടൻ പറഞ്ഞതുപോലെ 10 മിനിറ്റിനകം പോകേണ്ട വാർത്തയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് എടുത്ത് എഴുതുക. അതിനകത്ത് എനിക്ക് പേഴ്സണലി യാതൊരു കാര്യമില്ല. വാർത്തയുടെ എവിടെയാണ് കറക്റ്റ് പോയിന്റ്, വായനക്കാരിൽ എങ്ങനെ എത്തുക, അത് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാം, വല്ലവരുടെയും വാർത്ത എഴുതാനും ഒക്കെ നല്ല എളുപ്പമാണ്. അവനവൻ്റെ തന്നെ എഴുതുമ്പോൾ നമ്മളുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ എഴുതാൻ പറ്റിയിട്ടുള്ളത് എൻ്റെ തന്നെ കഥകളായതിൻ്റെ ഒരു കാരണവും ഒരുപക്ഷെ ഇതിൻ്റെ എളുപ്പം തന്നെ ആയിരിക്കും. വാർത്ത എഴുതും പോലെ കൃത്യമായ ഒരു തുടക്കവും കൃത്യമായ ഒടുക്കവും എനിക്കറിയാം. പക്ഷെ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇതെല്ലാം എൻ്റെ തലേന്ന് മാത്രം വരേണ്ടതുണ്ട്. അതുകൊണ്ട് അവനവനെ എഴുതുമ്പോൾ ഉള്ള കുഴപ്പം എല്ലാം നമ്മൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ മറ്റുള്ള ഒരാൾ കാണുന്നത്. എൻ്റെ വീക്ഷണം മാത്രമായിട്ട് ഞാൻ എഴുതുമ്പോൾ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്, ഇത് തന്നെയാണോ ശരി, ഇങ്ങനെ തന്നെയാണോ? വാർത്ത എഴുതുമ്പോൾ ഉള്ളൊരു കാര്യം, നമ്മൾ ഇപ്പം ഒരു വാർത്ത നിങ്ങളെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരുടെയും കൂടെ സൈഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ആത്മകഥാപരമായിട്ട് എഴുതുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്നെ തല്ലി എന്ന് പറഞ്ഞാൽ തല്ലി ഒരു കാര്യമില്ലാതെ തല്ലി എന്നുള്ളിടത്ത് ഞാൻ വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ എളുപ്പം വാർത്ത എഴുതാനും ഫീച്ചർ എഴുതാനും മറ്റുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്യാനും അങ്ങോട്ട് ചോദ്യം ചോദിക്കാനുമാണ്. ഇങ്ങോട്ട് ചോദ്യങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് അത്ര ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് തന്നെ എനിക്ക് എന്നെ എഴുതാനായിട്ടാണ് സത്യത്തിൽ ബുദ്ധിമുട്ടുള്ളത്. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് സുമി മിസ്സിന് മൈക്ക് കൊടുക്കുകയാണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക്, ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നു ഞാൻ വിചാരിച്ചു, പക്ഷെ ആരും ചോദിച്ചില്ല. സാറിൻ്റെ ബാക്ക് പാക്കിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? 26 ദിവസം 6000 കിലോമീറ്റർ. ഞാൻ വളരെ എന്താ പറയണ്ടേ, സ്വന്തം കാറിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആണ് ഞാൻ യാത്ര ചെയ്തത്. ഞാൻ ബാക്ക് പാക്കുമായിട്ട് കഷ്ടപ്പെട്ട് ലോകം മുഴുവൻ അല്ല എല്ലായിടത്തും കറങ്ങി നടന്ന് പോകുന്ന രീതിയിലല്ല. അപ്പം എനിക്കതിൻ്റെ അകത്ത് ഒന്നും കാര്യമായിട്ടൊന്നും വലിയ സാഹസമൊന്നും അവകാശപ്പെടാൻ എനിക്കില്ല. പിന്നെ ഈ ബാക്ക് പാക്ക് എന്നുള്ളൊരു കുറച്ചുകൂടി വലിയ അർത്ഥത്തിൽ എടുത്താൽ ഞാൻ കൊണ്ടുപോയ കൃത്യം സാധനങ്ങൾ, ഏറ്റവും അത്യാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ, മരുന്നുകൾ, ഫസ്റ്റ് എയ്ഡ്, 1-2 എക്സ്ട്രാ സിം കാർഡ്, അല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലെങ്കിൽ കഴിക്കാൻ വേണ്ട ഭക്ഷണം. ഉണ്ട്. വണ്ടിയൊന്നും നന്നാക്കാനൊന്നും എനിക്ക് ഒരിക്കലും നമുക്കൊന്നും പറ്റിയില്ല. ഒരു ടയറൊക്കെ മാറാം, അങ്ങനെ മാറേണ്ടി വന്നിട്ടുണ്ട്. ടൂൾ ബോക്സ് ഒന്നും കൊണ്ടുവന്നൊരു കാര്യമില്ല. ഒരു സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ഒരു പിച്ചാത്തി,
ഒരു പ്ലേറ്റ്, പിന്നെ കുറച്ച് വസ്ത്രങ്ങൾ, ആവശ്യമുള്ളതിൻ്റെ 4 ഇരട്ടി വസ്ത്രങ്ങൾ ഞാൻ എപ്പോഴും കൊണ്ടുപോയി. എന്ത് കാര്യമാണെന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ അത്രയൊക്കെ ഉള്ളൂ, വേറെ